നിങ്ങൾ എന്ന് പറയുമ്പോൾ നിങ്ങളെ വ്യക്തിപരമല്ല പറയുന്നത്. പക്ഷെ ഇത് വാർത്ത കൊടുക്കുന്നത് നിങ്ങൾ, ഉണ്ടാക്കുന്നത് നിങ്ങൾ, പിന്നെ ഇത് പറയുന്നത് നിങ്ങളാണ്. അതുകൊണ്ട് മുഖ്യമന്ത്രിയെ ഞങ്ങൾക്ക് മന്ത്രിസഭ അല്ലെങ്കിൽ മുന്നണിയുടെ മുഖ്യമന്ത്രിയാണ്. പുള്ളിക്ക് ആരുടെയും പ്രത്യേക സംരക്ഷണമൊന്നും ആവശ്യമില്ല. പുള്ളിക്ക് ഫലപ്രദമായി പ്രതിപക്ഷം പറയുന്ന കാര്യങ്ങളെ നേരിടാനുള്ള കഴിവുള്ളയാണ്. അത് പുള്ളി ഞങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുള്ള ബുധനാഴ്ച മുതൽ ബുധനാഴ്ച വരെ നിൽക്കുന്ന ആക്ഷേപങ്ങളെ വരത്തുള്ളൂ. കാരണം ബുധനാഴ്ച ക്യാബിനറ്റ് കഴിഞ്ഞ് പുള്ളി പഴയതിൽ നിന്ന് വ്യത്യസ്തമായി മാധ്യമങ്ങളെ അഭിമുഖീകരിക്കുന്നുണ്ട്. ഓരോ വിഷയത്തിന് കൃത്യമായ മറുപടി കൊടുക്കുന്നുണ്ട്. അതോടെ ആ വിഷയം തീരുന്നു. അല്ല, വനം വകുപ്പിന്റെ നിയമലംഘനം ഞങ്ങൾ അനുവദിക്കത്തില്ല ഒരു കാരണവശാലും. റവന്യൂ ഭൂമിയുമായി ബന്ധപ്പെട്ട് നിയമലംഘനം ഉണ്ടെങ്കിൽ കളക്ടർ അടക്കം അതിൽ ഇടപെടുന്നതായിരിക്കും. ആരേലും ഒറ്റപ്പെട്ട് എവിടെയെങ്കിലും ചെയ്തെന്നും പറഞ്ഞ് അത് പൊതുവെ അല്ല, അത് ബഹുമാനപ്പെട്ട കളക്ടർ അല്ല, ഞാൻ പറഞ്ഞ അത് ബഹുമാനപ്പെട്ട കളക്ടർ അത് പരിശോധിക്കുന്നതായിരിക്കും. അങ്ങനെ നിയമം ലംഘനം ആർക്കെങ്കിലും കേരളത്തിൽ അങ്ങനെ യഥേഷ്ടം നടത്തിക്കൊണ്ടുപോകാമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പിന്നെ ആരേലും ഒരു വ്യവസായം ചെയ്യുന്നവരൊക്കെ മാഫിയ എന്ന അഭിപ്രായം ഗവൺമെന്റിനില്ല. പക്ഷെ നിലവിലെ നിയമം ലംഘിക്കുന്നെങ്കിൽ അതിനെതിരെ കർശനമായ നടപടിയുണ്ടാവും.